ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നമുക്ക് സനയും അജാസും നിങ്ങൾ എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫ്ലാറ്റിൽ നമ്മുടെ നെയ്ബേഴ്സാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പം അവർ ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഫസ്റ്റ് വീക്ക് എന്തോ ആണ് പോകുന്നത്. അപ്പം അതിന് മുമ്പേ അവർ നമുക്ക് ഒരു ഫെയർവെൽ ഡിന്നർ തരാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മളെ ഇന്ന് വിളിച്ചിട്ടുണ്ട് ക്രൗൺ പ്ലാസിലോട്ട്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇനി ഈ മാസം അങ്ങനെ കഴിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഈ ഒരു ദിവസം. പിന്നെ എനിക്ക് തോന്നുന്നു കാലിക്കറ്റിൽ നമ്മളൊരു ഫുഡ് വ്ളോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ് വരാനായിട്ട്. അത് അല്ലാതെ പിന്നെ യാസറിൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ട് തൃശ്ശൂർ. അപ്പം അതിനും പോകണം. ഇതല്ലാതെ ഞാൻ ഈ മാസം കുറച്ച് കൺട്രോളിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. എന്തായാലും നമുക്ക് ഇന്ന് നേരെ എവരുടെ ഈ പരിപാടിക്ക് പോകാം. അതിന് മുമ്പേ ഫോർത്തിൽ പോകണമെന്നുണ്ടായിരുന്നു, കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് പരിപാടി. പക്ഷേ അത് നടക്കുമെന്നല്ല. പിന്നെ ഇന്നലെ എനിക്ക് എനിക്ക് ഈ ഒരു സാധനം തന്നെ അവന് നത്തിങ്ങിൻ്റെ എന്തോ സംഭവമാണ്. ഒരു മിനിറ്റ്. നത്തിങ്ങിൻ്റെ ഗുഡീസ് കീ ചെയിൻ, പേന. എനിക്ക് ഡയറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നത്തിങ്ങിൻ്റെ അടിപൊളി. ഈ സാധനം നല്ല രസമുണ്ട്. ആ ഒരു ബ്രാൻഡിങ്ങും ഡീറ്റെയിലൊക്കെ അടിപൊളി. ഇതാണ് ഇതൊരു സാധനം കണ്ട എൻ്റെ നല്ല രസമുള്ള ഡയറി ഗൈസ്. ദിസ് ഈസ് നൈസ്. ഇതെനിക്ക് അവൻ തന്നു. പിന്നെയെന്ന് പറയാൻ നമുക്ക് ഈ ഒരു വാട്ടർ ബോട്ടിൽ പോലത്തെ ഒരു സാധനമുണ്ട്. എനിക്കൊന്ന് ടെമ്പറേച്ചർ അറിയാനുള്ള സാധനമാണെന്നാണോ? ഒരു മിനിറ്റ് നോക്കട്ടെ. തുറക്കാൻ പറ്റില്ല. ഓക്കെ. ഒറ്റക്കൈണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. ഇതെന്താണ് ഇത്? സ്ട്രെയിനറോ? ഇതിനകത്തുനിന്ന് ഒരു അരിപ്പ. ചായ കുടിക്കാനുള്ളതാണോ കാപ്പി കുടിക്കാനുള്ളതാണോ ഒരു പിടിയില്ല കേട്ടോ. എന്തോ സംഭവമുണ്ട് ഗൈസ്, എനിക്കൊരു പിടിയില്ല. എന്തായാലും ഞാൻ ചെക്ക് ചെയ്യാം എന്താണ് സാധനം എന്നുള്ളത്. പക്ഷേ ഞാൻ പറയാം, എല്ലാത്തിനും നത്തിങ്ങിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. കോഫിയിലോ കുടിക്കാനുള്ള സാധനമാണെന്നോ ജസ്റ്റ് ചെക്ക് ചെയ്യണം ഗൈസ്. നേരത്തെ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെന്തോ ലൈറ്റ് കത്തിയാൻ. അതാണ്ട ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. 27 ഡിഗ്രി സെൽഷ്യസ്. അതെനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇടുന്ന ലിക്വിഡിൻ്റെ ഇനി വല്ലതുമാണ് എന്താണെന്നൊരു പിടിയില്ല. ആ സാധനം കൊള്ളാം. ഇത് മറ്റേ എനിക്ക് തോന്നുന്നത് കാർഡ് സൂക്ഷിക്കുന്ന സാധനമല്ലേ ഇത്, വിസിറ്റിംഗ് കാർഡ്. കൊള്ളാം, മാഗ്നറ്റിക് ആണ്, നൈസ്. പിന്നെ ഒരു പേന. ഞാനൊക്കെ പേന കൈകൊണ്ട് തൊട്ടിട്ട് നാള് പറയാം ഗൈസ്. എല്ലാം ടൈപ്പ് ചെയ്ത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേന ഇങ്ങനെ പിടിച്ച് എഴുതുമ്പം എല്ലാം തെറ്റണം. ഒരു ഹാൻഡ് റൈറ്റിംഗ് ശരിയാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് പതുക്കെ ഒന്ന് എഴുതിത്തോളാം. ഇത് മറ്റേ ഇതാണ് ക്ലിക്കിംഗ് പേന. കൊള്ളാം, നൈസ്. ഈ സൗണ്ട് പണ്ട് പെൻ ഫൈറ്റൊക്കെ ചെയ്യാറ് സ്കൂളിൽ. ഓക്കെ. അപ്പോൾ ശരി ഗൈസ്. അപ്പോൾ ഇത് അത്രയും സാധനങ്ങളാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കീ ചെയിൻ കൊള്ളാം, നൈസ്, അടിപൊളി. നത്തിങ്ങിൻ്റെ ലോഗോ, നൈസ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നലെ എനിക്ക് കിട്ടിയത്. ഇന്നലെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. നമ്മളിനി നേരെ പറ്റുമെങ്കിൽ ഫോറം മോളിൽ അല്ലെങ്കിൽ നേരെ ക്രൗൺ പ്ലാസിലായിരിക്കും ഗൈസ്. അപ്പോൾ കാണാം, ബൈ. സ്ട്രോങ് മാഗ്നറ്റ് ആണിത്. ഇതിൻ്റെ മാഗ്നറ്റ് കൊള്ളാം, പ്ലച്ചനിരിക്കും ഗൈസ്. പക്ഷെ ഒല്ല പ്രശ്നം ഞാൻ പറഞ്ഞില്ല, ഇതാണ് കുറച്ച് ചളിങ്ങിപ്പോയി. ഇതിൻ്റെ റിസീവറിൻ്റെ USB-യുടെ സാധനം കുറച്ച് ക്വാളിറ്റി കുറവാണ്. അത് കുത്തിയിട്ട് വലിയ ഇളവിങ്ങി വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോണത്? ജെട്ടി മേടിക്കാൻ. ഓക്കെ ഗൈസ്, നമ്മൾ അണ്ടർവെയർ ഷോപ്പിങ്ങിന് പോവുകയാണ്. കൂടിയ ജെട്ടി വാങ്ങിയാൽ സനിക്ക് ജോക്കിയും എനിക്ക് സിക്കയും. എനിക്ക് CK, ഇവന് VIP. ജെട്ടി ഷോപ്പിംഗ്. അങ്ങനെ അണ്ടർവെയർ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുന്ന ഞാൻ വല്ലാത്ത അബദ്ധമാണ് കാണിച്ചത്. നമുക്ക് പിന്നെ ഇവിടുത്തെ ലോക്കൽ അണ്ടർവെയർ ഒക്കെ കിട്ടാറുള്ളൂ ഗൈസ്. ടാക്സ് കൊടുക്കണം ജട്ടിക്ക്. നീ ഇനി അത് വാങ്ങിച്ചോണ്ട് വന്നാൽ അവർ പറയാം 50,000 മുകളിലുള്ള ഡ്യൂട്ടി അടിക്കും. അപ്പോൾ ഗൈസ് മറ്റേ ലിഫ്റ്റിലായിരുന്നപ്പോൾ ആള് കയറി. അപ്പോഴാണ് ഞാൻ അങ്ങനെ അബ്രപ്റ്റ്ലി അങ്ങ് ക്ലോസ് ആക്കിയത്. അപ്പോൾ നമ്മളൊന്ന് ഫോറം മോളിൽ പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും ചെയ്തിട്ട് നേരെ സനയുടെയും അജാസിൻ്റെയും ഫെയർവെൽ പാർട്ടി. എന്തോ ആദ്യമായിട്ട് ജെട്ടി വാങ്ങിക്കാൻ പോകണമല്ലോ, ഒരു എക്സൈറ്റ്മെന്റ് എന്താണോ എന്തോ. അപ്പോൾ ഗൈസ് നമ്മൾ അവരുടെ ഫെയർവെൽ പാർട്ടിക്ക് ഇത് കഴിഞ്ഞിട്ട് പോകും. ദുബായിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഇവിടെയാണ് ലാഭം. ഇവിടെ അല്ല ലാഭം, ഇവിടെ നഷ്ടമാണ്. അവിടെ ഭയങ്കര ലാഭമാണ്. പിന്നെ അവിടെ VIP ജോക്കിയുടെ വിലയുള്ളൂ CKക്ക്. അത് ശരിയാണ് ഗൈസ്. ഇവിടെ CK നല്ല എക്സ്പെൻസീവ് ആണ് ഗൈസ്. ഒരു ജോക്കിയുടെ ചട്ടി 500 രൂപ അല്ലേ? 500. പിന്നെ ജെട്ടി പിള്ളേരെ ജെട്ടിയോ 1000-1500 രൂപ കൊടുക്കണം ജോക്കി. 500 രൂപ ജെട്ടി. CK ഒരു ജെട്ടിക്ക് 3000 രൂപ. പണ്ടായിരുന്നു ജോക്കി 500 രൂപ. ഇപ്പോഴും 500 തന്നെ. ഇപ്പൊ ഗൈസ് മറ്റേ കംഫർട്ടബിൾ ആയിട്ടുള്ള അണ്ടർവെയറിന് 1000-something രൂപ. 899 എന്തോ ഉള്ളൂ. അത് കോട്ടൺ ആണ് ഗൈസ്. ഇത് നൈലോൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. CK ഒക്കെ നൈലോൺ ആണ് നല്ലത് വാങ്ങിക്കണമെങ്കിൽ. അത് മൈക്രോ ഫൈബർ. അപ്പൊ അതിന് നല്ല കാശ് കൊടുക്കണം CK. ഇവിടെ 3000-3500 എന്തോ ഉണ്ട്. അവിടെ 3 ഒരു പാക്കിൽ 3 എണ്ണം കിട്ടുന്നതിന് നമ്മളെ നാട്ടില് 7 രൂപ എന്തോ ഉള്ളൂ. ഇവിടെ CK കോട്ടൺ എനിക്ക് തോന്നുന്നു 1000 എത്ര രൂപയാണ്. എന്നാലും എക്സ്പെൻസീവ് ആണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ പോയി നോക്കട്ടെ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. എന്നാലും കോൾ മീ ബ്രദേഴ്സ്. നമ്മൾ പോയി ജെട്ടി വാങ്ങിക്കാൻ പോകുന്നു. ഓക്കെ ഗൈസ്, ബൈ. അങ്ങനെ കാൽവിൻ ക്ലെയിനിൽ വന്നിരിക്കുകയാണ്. ജെട്ടി വാങ്ങിക്കാൻ പോകുന്ന ഷാസ്. ഞാനിവിടെ കയറിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഒരു മിനിറ്റ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നോക്കട്ടെ ഗൈസ്. ലെറ്റ്സ് സീ.
അണ്ണ ഇടോ ചുമന്ന് ജെട്ടി? ഓ ഓപ്പൺ, ആര് കാണാൻ, അകത്തല്ലേ ഇടുന്നു. എന്നാലും Okay, guys. ഈ സാധനം. എങ്ങനെ? അല്ല അല്ല അല്ല, അതെടുക്കാം, നമ്മൾ സെലക്ട് ഇത് ചെയ്തിട്ട്. ഇതിൽ 5 എണ്ണോ? 5 ഇത് കോട്ടൺ, ഇത് മൈക്രോ ഫൈബർ തന്നെ. എല്ലാം മൈക്രോഫോൺ. ഇതൊക്കെയാണ്. അതെടുക്കാം. ഞാൻ ഇതാണ് വെച്ചത് അവിടെ നിന്ന്. പാക്ക് ഓഫ് 5, പാക്ക് ഓഫ് 3 ഒക്കെ ഉണ്ട് കേസ്. അപ്പം കുറച്ച് ലാഭമായിരിക്കും ഇവിടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. സോ 5 ആണോ ലാഭം? നോക്കട്ടെ. Guys, ഈ സാധനം ഏത് ഇഷ്ടപ്പെട്ട? 3 എണ്ണത്തിന്റെ സംഭവമാണ്. പക്ഷെ ഇതിന് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4900. പക്ഷെ മൈക്രോ ഫൈബർ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം സംഭവമാണ്. പക്ഷെ കളറൊക്കെ നമുക്ക് ചെയ്യാമല്ല. ഈ ഉള്ളത് കുറച്ച് ഡാർക്ക് കളർ മാത്രമേ ഉള്ളൂ. ട്രങ്ക് ആണ്. ഓക്കെ, നോക്കട്ടെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അവന്. ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുന്നു. അവരെന്നെ ജെട്ടിയാണ്. ജെട്ടിയില്ല, അവര് എന്റെ അവര് വിചാരിക്കും ഞാൻ കഴിവാതെ ഇട്ടോണ്ട് അടക്കുകയാണെന്ന്. അത് കുഴപ്പമില്ല, പാന്റ് വ്യത്യാസം മതി. ഓ ഇത് കൊള്ളാലോ. ഓ വണ്ണം വലുത് കിട്ടിയല്ലേ? ഇവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുത്തത് എല്ലാം ഒരേ സെയിം കളറായിരുന്നു ഗൈസ്. അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ ഗൈസ്. വലിയ ബാൻഡ് വെറുതെ ഷോ കാണിച്ചു കിടക്കാം. CK ആണെന്ന് കാണിക്കാം, അത്രേ ഉള്ളൂ. അല്ല ഗൈസ്, സക്സസ്ഫുള്ളി നമ്മൾ ബാഗ് വാങ്ങിച്ചു. ബാഗ് വാങ്ങിച്ചോ? ഏത് ബാഗാണ്? വിച്ച് വൺ? ഇതിന്റെ ബ്രൗൺ. ഓ ഇതിന്റെ ബ്രൗൺ ആണ് വാങ്ങിച്ചത്. ഉമ്മ ഒരു ബാഗ് ഫാനാണ്, അതുകൊണ്ട് അങ്ങനെ ഉമ്മാക്കൊരു ബാഗും നമുക്ക് കാൽവിൻ ക്ലൈൻ CK അണ്ടർവെയറും ഗൈസ്. കുറച്ച് നാളായി കുറച്ച് ഹൈ പ്രൊഫൈൽ അണ്ടർവെയർ ഒക്കെ വാങ്ങിച്ചിട്ട്. സോ അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ചതാണ്. ആരും തെറ്റിദ്ധരിക്കില്ല, നമ്മൾ എന്നും CK ഒന്നും അല്ല വാങ്ങിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ചേഞ്ചിന് വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ ജോക്കി ഫാൻസ് ആണ്. അപ്പോൾ ജോക്കി മാറി ഒരു വല്ലപ്പോഴൊക്കെ നമുക്കൊരു ചേഞ്ച് വേണമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ക്രൗൺ പ്ലാസിൽ പോകാം ഗൈസ്. ബൈ. ഓക്കെ ഗൈസ്, അടുത്ത് ഇനി നമ്മൾ എവിടെയാണ് പോകുന്നത്? ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. ഷാസിന് എന്തോ ബാത്ത് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഷവർ ജെൽ ഇരിക്കുകയാണ് ഗൈസ്. ഷവർ ജെൽ വാങ്ങിക്കാനായിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുകയാണ്. എന്താണ്, ഞാൻ ഒരു ഡിയോഡ്രന്റ് എന്തോ ഓഫർ അടക്കാണ്. പിന്നെ ഈ ഒരു ബോഡി മിസ്റ്റ്, ഗ്ലോറി എന്ന് പറയുന്നത് ബോഡി മിസ്റ്റ്. ഇത് ഷവർ ജെൽ, ഹാൻഡ് വാഷ്. അപ്പോൾ ഇവിടെ ഓഫർ അടപ്പുണ്ട് ഗൈസ്, ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. സോ ഫ്ലാറ്റ് 40 buy 2 get 1. അപ്പോൾ ഗൈസ് വന്ന് ട്രൈ ഔട്ട് ചെയ്തു. നൈസ്. നമ്മളിന്ന് ഫുൾ സ്റ്റോർസിലൊക്കെ കയറിയിട്ട് അവിടെ ഓഫേഴ്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഏകദേശം ഫോറം മോളിൻ്റെ ഓഫർ സെക്ഷനിൽ നിന്ന് ഉള്ള വ്ളോഗ് പോലെ ഇരിക്കും. ഒരുപാട് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും ഉണ്ട് കേട്ടോ. എന്താ മെൻസ് ഷോപ്പ് എന്നുണ്ട്. നൈസ്, കൊള്ളാം. പോരാൻ കഴിയും. നമ്മളിതൊന്ന് ഷോപ്പ് ചെയ്ത് പെട്ടെന്ന് കഴിഞ്ഞിട്ട് നേരെ ക്രൗൺ പ്ലാസിലോട്ട് പോകാം. ഇന്ന് കാർത്തി ഇല്ലെന്നും തോന്നുന്നു. അവൻ ബിക്കോസ് അവന് 2 എപ്പിസോഡും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടേ അവൻ വരും. മിക്കവാറും അവന് പരിപാടിക്ക് എത്താൻ പറ്റില്ല. അവനൊന്ന് മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നടക്കാത്ത സാധനം ഇന്നത്തേക്ക് ബുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ക്രൗൺ പ്ലാസിലോട്ട് പോകാം ഗൈസ്. അവിടെ ഇന്ന് അജാസിന് ചെറിയൊരു സർപ്രൈസ് കേക്ക് മുറിക്കലൊക്കെ ഉണ്ട്. അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച എന്തോ. അതും കൂടെ ചേർത്ത് ആഘോഷിക്കാനുള്ള പ്ലാനിങ് ആണ് സന ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ദെയർ ഗൈസ്. ബൈ ഗൈസ്. ക്രൗൺ പ്ലാസയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സെറ്റപ്പ് ഒക്കെ കൊള്ളാം അല്ലേ? നൈസ്. എനിക്കൊരു പോർട്രേറ്റ് ഫോട്ടോ എടുത്ത് തരൂ ഗൈസ്. കൊള്ളാം. ഫോട്ടോ എടുത്ത് തുറക്കട്ടെ ഗൈസ്. എനിക്ക് ടെസ്റ്റ് ഗൈസ്, ക്യാമറ ടെസ്റ്റിംഗ്. ക്ലോസപ്പ് വേണോ ഫുള്ള് വേണോ? ഞാനിൻ്റെ 2x വേണം. ഇതിങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോരെ. ടെസ്റ്റിംഗ്. അത് കേസിന് ബൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് കുറച്ച് നമ്മൾ F കൂട്ടണം. 2x വരെ ഉള്ള വേണ്ട. ഇതാണ് മൊസൈക്ക് റെസ്റ്റോറൻറ്റ് ഗൈസ്. പ്ലാസിൽ വന്നപ്പോൾ ഇപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് കാലിക്കറ്റ് എന്നൊരു സാധനം ഗൈസ്. ജാഗറി കോട്ടഡ് ഷുഗർ ബനാന ചിപ്സ്, ഫുൾ സിനിമ റെഫറൻസസ് ആണ്. കളങ്കാവൽ സ്വീറ്റ് പൊട്ടാറ്റോ. കാർത്തിയുടെ ഇതെന്താ പ്ലം കേക്ക്. ക്രൗൺ പ്ലാസയുടെ പ്ലം കേക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യും. 1195 പ്ലസ് ടാക്സ്. എല്ലാരും മരിപ്പ് തന്നെ. ഇത് കോഡ് വല്ലതും ഉണ്ടായിരുന്നു. ഞാൻ മാത്രം എന്താ പറയുക, ആന്റി ക്രൈസ്റ്റ് ഒക്കെ പോലെ ബ്ലാക്ക് ഒക്കെ ഇട്ട്. അല്ല, ഞാൻ പിന്നെ ഒരു ബ്ലൂ ഇട്ടിട്ടുണ്ട്. ഇതെന്താണ് ഇത്? വീഡിയോ എടുക്കുകയാണോ? അല്ല, എന്റെ സംസാരിക്കായിരുന്നു. ഓ നോ, അവര് മയക്ക് വെച്ചിട്ട് നമ്മൾ വരുമ്പം വേറെ ആൾക്കാർ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വീഡിയോയിൽ വരും. ഇല്ല. ഓ ദുബായ് ഷേഖ് ഹസീന ഇവിടെ വന്നിട്ടുണ്ടല്ലോ. മറ്റവൻ വരുള്ളൂ. വേണ്ട, കാർത്തി ഹബീബി അറിഞ്ഞൂടാ. ചിലപ്പോഴും നോക്കട്ടെ കേസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ആരെ ഡ്രസ് കോഡ് വെച്ചാ എല്ലാരും ബ്ലാക്ക് ഒക്കെ എടുത്ത്. ഷാരു, അനന്തു അല്ലേ? നോക്കടാ, ഇത് നോക്ക്. എന്താണ് എന്തോടാ നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്താ? എനിക്ക് ബേസിൽ യൂണിവേഴ്സിലോട്ട് പോയി ഗൈസ്.
ഞാൻ എന്റെ ബേസിൽ ഡ്രസ് ഇട്ടേക്കുന്നോണ്ട് യൂണിവേഴ്സ് പിന്നെ ഒരു വർക്കത്തുണ്ട്. ഞാൻ അങ്ങനെ അനന്തോ സിയർ ഇതെന്തോ ഇതേതാ എല്ലാരും ഷുഗർ കട്ടാണ്. ഫ്രൂട്ട് പഞ്ച്. ഓക്കെ ഗൈസ്, നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിരിക്കുകയാണ് ഫ്രൂട്ട് പഞ്ച്. ആണ് അല്ലല്ല ഇവരൊക്കെ അവിടെ അലമ്പുണ്ടാക്കട്ടെ, നമുക്ക് ഫ്രൂട്ട് പഞ്ച് കുടിക്കാം. അല്ല ഞാൻ കട്ട ഡേറ്റ്സ് ആഡ് ചെയ്ത് പടച്ചോനെ സമാധാനമായി. അലോശി നീയാണടാ തങ്കം. എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്, എല്ലാരും ഒരുമിച്ചാണല്ലോ വന്നേക്കുന്ന. വേറെ അറിയാം എന്നെ നീ ഇങ്ങനെ ഭാഗ്യം. ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഗ്രീറ്റ് ചെയ്തോ? രണ്ട് കൈയും ഫുള്ളാണ്. ഞാൻ അലോഷ്യ സിയർ ഫ്രൂട്ട് പഞ്ച്. ഫ്രൂട്ട് പഞ്ച് എടുത്ത് ഹാപ്പി ബർത്ത്ഡേ. എസ്പെഷ്യലി ബർത്ത്ഡേ ഗേൾ ഇതാണെന്ന് തോന്നുന്നു. എവിടെയോ ഒരു സാധനം ലോയ ഇലക്ട്രിക് ഗിറ്റാറോ ഹസ്ബൻഡ്. ഓ യവനിവിടെ മൈക്ക് ഇങ്ങോട്ട്. ഈ മൈക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വ്ളോഗിൽ ഈ സൗണ്ട് മൊത്തം വരും. ഇനി കുഴപ്പമില്ല, ഇനി എന്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ ഗൈസ് മിക്കവാറും ഓഡിയോയിൽ കുറെ ഈ സംഭവം വരും, മിക്സ്ഡ് സംഭവം. എന്റെ വ്ളോഗിങ് സ്കിൽസ് കണ്ട് അമ്പരചുംബികളായിട്ട് നിൽക്കുന്ന രണ്ടുപേരും. കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഞെട്ടിക്കും. അപ്പം നമ്മളെ ഫുഡിന്റെ കാര്യം നോക്കട്ടെ ഗൈസ്. ബാർബക്യൂ സോസ് ഒഴിച്ച ചിക്കൻ ലോലിപോപ്പ്. ടോംപ്ലാസ ഫുഡ് അടിപൊളിയാണ്. നല്ല നല്ല ആംബിയൻസ് ആയി ഇപ്പം ടോംപ്ലാസ. കൊള്ളാം. വേറെ ഭയങ്കര ഡയറ്റിംഗ് ആണല്ലോ, ഹെൽത്തി കുട്ടാ. ഒരു പ്ലേറ്റിന്റെ അകത്ത് 2-3 പേർക്കുള്ളതുണ്ടല്ലോ. ഓക്കേടാ, ശരി ശരി, എല്ലാം പറഞ്ഞല്ലോ. ഒരു കേസ് ഞാനും പോയി എന്തെങ്കിലും ഓർഡർ ചെയ്ത് തരാം. ബൈ. ഇതാണ് ഗൈസ് സൂപ്പ് ബ്രെഡ്. ഇതാണ് നമ്മളെ ഫസ്റ്റ് കോഴ്സ്. അടുത്ത റൗണ്ട് പപ്പടം, ഇതെന്തോ മറ്റേ ഫ്രൈംസ് പോലത്തെ സാധനം, ചിക്കൻ്റെ ബിരിയാണി, മട്ടൻ്റെ കറി, നമ്മളെ പ്രോൺസിൻ്റെ എന്തോ ഒരു സാധനം. ഇതും കൂടെ കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ. ഓക്കെ ഗൈസ്, എല്ലാവരും ഫുഡ് അടിച്ചിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പ്ലാന്. ഡെസേർട്ട് എന്തായാലും കഴിക്കാനുള്ള ആരോഗ്യമില്ല. സോ ലെറ്റ്സ് സീ ഗൈസ്, കുറച്ച് ചിറ്റാറ്റി ആയിട്ട് വരാം ഗൈസ്. ഇന്ന് അജാസിന്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഇന്നാണ് ബർത്ത്ഡേ. അതാ ഇതാണല്ലേ. ഓ ഹാപ്പി ബർത്ത്ഡേ അച്ചുക്ക. അയ്യോ ആളെ കേക്ക് മാറിപ്പോയി. അങ്ങനെ ഗൈസ് നമുക്കിന്ന് ഡബിൾ ഇമ്പാക്റ്റ് ആണ്. ഇവിടെ കൊള്ളാലോ കേക്ക്. താങ്ക് യു. അയ്യോ എനിക്കാ ഇനി കാർത്തിയും കൂടെ വന്ന് അവനും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പരിപാടി നമുക്ക് നടത്തായിരുന്നല്ലേ. കാർത്തി ഇപ്പൊ ഇല്ല, അവർ ഇറങ്ങിയുള്ളെന്നോ. വരും എന്തായാലും. ഇപ്പൊ ഗൈസ് വരാം. മറ്റേ മന്ത്രിമാരൊക്കെ വരുന്ന പോലെ ദൂരം ഡാറ്റ കാണിച്ചിട്ടായിരുന്നു. അങ്ങനെ വർഷം വന്നിരിക്കുകയാണ് സ്ക്രീനിലോട്ട്. നമ്മളെ വിട്ടാ വർഷം മുട്ട ഹെയർ സ്റ്റൈലൊക്കെയാണ് കേട്ടാ. ബ്രൈഡ് എടീ സൈഡ് കാണിച്ചേ. എന്റെ പൊന്നോ, ഓ മൈ ഗോഡ്. ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് ലാസ്റ്റ് വന്ന കപ്പിൾസ്. എടാ നിങ്ങൾ സിനിമയ്ക്ക് പോകല്ലേ ഇന്ന്? ഞാൻ റിവ്യൂ ഇട്ടില്ല. ഇല്ല ഗൈസ്, എനിക്കതൊരു ആവറേജ് ഫീലിംഗ് ആണ് തോന്നിയത് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നമ്മളോട് കളിച്ചിരിച്ച് നടന്ന സുഹേറാണ് ഇപ്പം കൊച്ചിനോട് കളിച്ചിരിച്ച് നടക്കുന്നത്. അവനൊരു കൊച്ചുമായി പണ്ട് കളിച്ചിരിച്ച് നടന്ന പ്രായമൊക്കെ പോയി. ഡാഡി ഹായ് എനം ഫിസ്റ്റ് ബം. ഓ ഹൈ ഫൈ. കണ്ടാ ഗൈസ്, ഇത്രയും സ്മാർട്ട് പിള്ളേര്. നമ്മളെ ഗ്യാങ് ഇസ് ഗുഡ്. ഇതാണ് അനത്തിന്റെ മമ്മി ഹഫ്സ. ഹായ്. അപ്പൊ അങ്ങനെ ഇവര് ഇപ്പൊ ഒരു ഫാമിലി വ്ളോഗൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മിസ്റ്റർ സുഹേർ കട്ട വ്ളോഗിങ്ങിലൊക്കെ തിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് വ്ളോഗിന്റെ പേര്? സുഹേർ സേട്ട് എന്നാണ് ഗൈസ് ചാനലിന്റെ പേര്. അപ്പം അവന്റെ ഫാമിലി ലൈഫിലോട്ട് നമ്മൾ എത്തി നോക്കാം. ഫാമിലി വ്ളോഗിലോട്ട് മാറിപ്പോയി ഗൈസ്, സോറി. ഫാമിലി വ്ളോഗിലോട്ട് ഒന്ന് ജസ്റ്റ് പോയി നോക്കിയാൽ യു വിൽ ഗെറ്റ് എ സ്നീക് പിക് ഓഫ് അവന്റെ ലൈഫ്. മനസ്സിലായല്ലേ? അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. എല്ലാരും വ്ളോഗിങ്ങിലോട്ട് വരട്ടെ ഗൈസ്. നമുക്കൊരു കമ്പനിയാണ്. അങ്ങനെ സന തളർന്നിരിക്കുകയാണ്. മറ്റേ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്ത ക്ഷീണത്തിൽ. എങ്ങനെയുണ്ടായിരുന്നടാ ഫുഡ്?
ഞാൻ ആകപ്പാടോ പൂരെ കഴിച്ചോളൂ സ്ഥലം ബ്രോ. ഗ്യാസ് കയറിയിരിക്കണം. ഓ നോ ട്രബിൾ. അവളെത്തിപ്പോലോ. വർഷ പൊളിയാണ്. വർഷ മറ്റേ വ്ളോഗ് ഉണ്ട്. അയ്യോ ഞാൻ ഇട്ട് കേട്ടോടാ, ഞാൻ ഓർത്തില്ല. ഞാൻ ചെന്ന് ഇടുമെന്ന് വിചാരിച്ച് ഇട്ടതാണ്. അത് പണിയായി പോയി. അങ്ങനെ നമ്മളെ വ്ളോഗ് ഇന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഗൈസ് നമ്മൾ ഇന്നലെ എന്താണ് ചെയ്തതെന്നുള്ളത്. റാമനൊക്കെ കഴിയാൻ പോയത്. ഇന്നലെ നമ്മളൊരു ജാപ്പനീസ് ചീസ് കേക്ക് കഴിച്ചിട്ട് ഇന്ന് നമ്മൾ കത്തി റോളാണ്. ആ ഉണ്ട്, ഞാൻ വ്ളോഗ് ഇട്ടത്. ഗൈസ് എല്ലാം ഒന്ന് കഴിയട്ടെ എന്നിട്ട് വരാം. ഓ റെക്കോർഡ് നെക്കിയതും. ഓ വാ പറഞ്ഞോ, മൈക്ക് വേണോ? അവളോ ഒരു കാര്യം പറയട്ടെ. എന്തോടെ ഇത്? ആ പറഞ്ഞാ പറ രണ്ട് നല്ല വാക്കാണ് സത്യമാണ്. അതിനിടെ കിടന്ന് അലമ്പാടിക്കുന്നത്. ഇതാണ് മെയിൻ ക്യാമറ. പറഞ്ഞു എന്റെ ക്യാമറ തന്നെ പറഞ്ഞോ. കൊച്ചിയിൽ വന്നിട്ട് ഇത്രയും നല്ല ആൾക്കാരെ ഇത് തന്നെയാണ്. ഞങ്ങൾ പാർക്കിങ്ങിൽ വളരെ കാഷ്വൽ ആയിട്ട് പരിചയപ്പെട്ടതാണ്. അവിടെ നിന്ന് വരുന്ന ഓരോരുത്തരെ പരിചയപ്പെട്ടു. പിന്നെ നിങ്ങളെയൊക്കെ സ്പെഷ്യൽ ഇവന്റ് ആയ ബർത്ത്ഡേസിനും വെഡിങ്ങിനൊക്കെ നമ്മൾ വിളിച്ചു. നിങ്ങളുടെ ക്ലോസ് സർക്കിളിൽ നമ്മളായി. ഒരുപാട് സന്തോഷം. പിന്നെ വേറൊരു പേഴ്സണൽ കാര്യം ഞാൻ പറയാ, ഞാൻ ജസ്റ്റ് ഇപ്പൊ യൂട്യൂബിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ബ്രോ ആണെങ്കിൽ സനുബ്രോ അല്ലെങ്കിൽ ശരണ്യ, കാർത്തി ബ്രോ, ഇവരെല്ലാരും ഇതിന്റെ അകത്ത് ലെജൻസ് ആണ്. സോ ഇവരെല്ലാരും വേണ്ട അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നതിനൊക്കെ റിയലി താങ്ക് യു. സത്യം ഇവിടുന്ന് പോകുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനത്തെ കുറെ ആൾക്കാരെ അതെ നമുക്ക് സന്തോഷമുണ്ട് നിങ്ങൾ പോണേല്. ഓക്കെടാ, എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കണ്ടേ, അതുകൊണ്ടാണ്. രസമാണ്. അപ്പം താങ്ക് യു ഫോർ ദ ഇവന്റ്. എന്തായാലും അപ്പം ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെ എല്ലാ സംഭവങ്ങളും നടക്കട്ടെ. പൊളിക്കും. ഞാൻ ദുബായിൽ വരും, എന്തായാലും വരും. നിങ്ങളൊക്കെ ഒന്ന് സെറ്റിലായിട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ. എന്നിട്ട് പൊളിക്കാം. ഫോട്ടോ. ഓക്കെ ശരി. അപ്പൊ ശരി ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ബൈ പറയൂ ഗൈസ്. ഇന്നത്തെ കഴിഞ്ഞു, ബൈ. അങ്ങനെ ഗൈസ് വളരെ നല്ലൊരു അടിപൊളി ഈവനിങ് കഴിഞ്ഞിട്ട് എൻ്റെ വെളിയിലൊക്കെ നല്ല അടിപൊളി സെറ്റപ്പിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് മോഹൻലാലിൻ്റെ ഫ്ലാറ്റ് ഗൈസ്, ഈ ക്രൗൺ പ്ലാസയുടെ തൊട്ടടുത്ത്. അപ്പോൾ എന്തായാലും ഗൈസ് വാസ് എ വെരി ഫൺ ഈവനിങ്. അപ്പം അടുത്ത നാളെ ഇനി കാണാം ഗൈസ്. അപ്പം അതുവരെ ബൈ.